നിറയുവിൻ, ഭൂമിയിൽ നിറയുവിൻ. അല്ലാതെ കർത്താവിന്റെ മനസ്സിൽ ആദാമും ഹവ്വായി മാത്രമല്ലായിരുന്നു. ആദാമിന്റെയും ഹവ്വായുടെയും മക്കൾ, സന്തതി പരമ്പരകൾ, വിശുദ്ധ പ്രജ അല്ലെങ്കിൽ വിശുദ്ധ ജനം എന്താണ്? എ ഹോളി ഓഫ് സ്പ്രിംഗ്, ആൻഡ് ഇറ്റ് ഇസ് കമ്മിങ് ഔട്ട് ആൻഡ് ഇറ്റ് ഫിൽസ് ദി എർത്ത്. അത് മുഴുവനായിട്ട് നിറയുന്നതിനെ കുറിച്ചാണ് ദൈവം വിഭാവന ചെയ്തത്. നോവായോടും സെയിം കാര്യമാണ് 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അതുപോലെ തന്നെ അബ്രഹാമിനോട് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്? I will bless you so that you shall be a blessing, and in you all the families of the earth shall be blessed. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്തിന്? so that you shall be a blessing. നീ ഒരു അനുഗ്രഹം ആയിരിക്കേണ്ടതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നമ്മൾ എപ്പോഴും പറയുന്നത് അബ്രഹാമിനെ അനുഗ്രഹിച്ചവനായ ദൈവം. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചെന്തിനാ? ഒരനുഗ്രഹമാകാൻ വേണ്ടിയാണ്, അല്ലാതെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയല്ല, അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. I will bless you so that you shall be a blessing, and all the families of the earth shall be blessed by you. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. സെയിം, എക്സാക്ട്ലി ദ സെയിം ആണ് യാക്കോബിനോട് പറയുന്നത് 28-ാം അധ്യായം 14-ാം വാക്യത്തിൽ. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് പറയുമ്പോഴത്തേക്ക് നീ മുഖാന്തരം എന്ന് പറഞ്ഞെങ്കിൽ ചാപ്റ്റർ 28:14 യാക്കോബിന് പറയാണ്, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടും. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ വീണ്ടും പത്രോസ് പറയുമ്പോഴത്തേക്ക് ഭൂമിയിൽ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അത് എക്സസൈസ് ചേർത്ത് വെച്ചിരിക്കുകയാണ്, നിന്റെ സന്തതിയിൽ. ദാറ്റ് മീൻസ് ഒരു വ്യക്തി മാത്രമല്ല, ആ സന്തതി പരമ്പര തന്നെ എന്തായിത്തീരുകയാണ്? അനുഗ്രഹിക്കപ്പെടുകയാണ്. പക്ഷെ ഭൂമിയിലെ സകല വംശങ്ങളെയും അനുഗ്രഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മനസ്സിലാകുന്നത്. അത് നമ്മളുടെ ദൈവശാസ്ത്രത്തെ മുഴുവൻ മാറ്റിമറിക്കേണ്ട കാര്യമാണ്. കാര്യം ഇന്നത്തെ ദൈവശാസ്ത്രം എന്താണ്? നമ്മളെ അനുഗ്രഹിക്കുന്നവനായ ദൈവം എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിന്റെ ചിന്തകളും ധാരണകളും എങ്ങോട്ടാണ് കൈവരിച്ചുകൊണ്ടെന്ന് അറിയാമോ? ദാറ്റ് ദ ഹോൾ എർത്ത് ഈസ് ബ്ലെസ്ഡ് ബൈ അസ്. നമ്മളാൽ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തവൻ അനുഗ്രഹം കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മളെ അനുഗ്രഹിച്ച് അതിനകത്ത് തന്നെ ചത്ത് അറിയാൻ വേണ്ടിയല്ല. God wants to see that we are becoming a blessing for others, and all the families of the earth, the ends of the earth is blessed by us. നമ്മൾ മുഖേന ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതാണ്. ദൈവത്തിന്റെ മനസ്സിൽ എപ്പോഴും ഭൂമി മുഴുവനും ദൈവത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എപ്പോഴും അവൻ ഹി ഈസ് കിങ് ഓവർ ഓൾ ദ നേഷൻസ്. 47-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന അത്യുന്നതനായ യഹോവ ഭയങ്കരനാകുന്നു, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. ഇസ്രായേൽ മക്കൾ ചിന്തിച്ചത് അവര് യഹോവ ഇസ്രായേലിന്റെ മാത്രം രാജാവാണെന്ന്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? എന്താണ്? അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. 7-ാം വാക്യത്തിൽ ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു എന്ന് അതിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നു. യിരെമ്യാവിന്റെ പ്രവചനം 32:27 സകല ജഡത്തിന്റെയും ദൈവം എന്ന് പറയുന്നു. സർവ്വഭൂമിയുടെ സകല ജഡത്തിന്റെയും, എവറിഥിങ് ദാറ്റ് ഹാസ് ബ്രെത്ത്, ഓൾ ദ ഫ്ലഷ്, ഹി ഈസ് കിങ് ഓഫ് ഓൾ ദ ഫ്ലഷ്, എല്ലാവരുടെയും രാജാവ്. അതുപോലെ തന്നെ സങ്കീർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ഗാഡ് റെയിൻസ് ദി ഹോൾ എർത്ത് എന്നുള്ളതാണ്. യഹോവ സകലത്തിനും വാഴുന്നു എന്നുള്ളതാണ്. യഹോവ വാഴുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സങ്കീർത്തനം തന്നെ 3 നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. 93-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലും 97-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലും 99-ാം സങ്കീർത്തനം 1-ാം വാക്യവും തുടങ്ങുന്നത് തന്നെ യഹോവ വാഴുന്നു എന്ന് പറഞ്ഞു. യഹോവ വാഴുന്നു. ആൻഡ് യെശയ്യാ പ്രവചനം വായിക്കുമ്പോഴത്തേക്ക് 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ് കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സിംഹാസനങ്ങൾക്കും ഉയരെയുള്ള സിംഹാസനത്തിലിരിക്കുന്ന ആരാണ്? ഇറ്റ് ഈസ് ഗോഡ്. പിന്നെ ഞാൻ ഈ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മനസ്സിൽ ഒരു എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിന് വേണ്ടി അവന്റെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കാനായിട്ട് അവൻ ആഗ്രഹമില്ല. അവന്റെ മനസ്സിലെ ആഗ്രഹം എന്താണ്? എല്ലാവരും, ദ ഹോൾ എർത്ത്. 6-ാം അധ്യായം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ സറാഫുകൾ പാടുന്നത് ദ ഹോൾ എർത്ത് ഈസ് ഫിൽഡ് വിത്ത് ഹിസ് ഗ്ലോറി. അവന്റെ മഹത്വം ഭൂമിയിൽ സർവ്വഭൂമിയിലും നിറഞ്ഞിരിക്കുന്നു. 40-ാം അധ്യായം യെശയ്യാവിന്റെ 40-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതെന്നറിയാമോ? ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൽ ബി റിവീൽഡ് ആൻഡ് ഓൾ ദ ഫ്ലഷ് വിൽ സീ ഇറ്റ് ടുഗദർ. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒന്നുപോലെ അതിനെ കാണും. നോക്ക്, യഹോവയുടെ മഹത്വം, അതായത് പ്രവചനങ്ങളിലെല്ലാം കാണുന്നതെന്നറിയാമോ? പ്രവാചകന്മാർ എപ്പോഴും വിഭാവന ചെയ്യുന്നത് യെരുശലേമിന് വേണ്ടി മാത്രമുള്ള ഒരു ദൈവത്തെ അല്ല, ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ള ഒരു ദൈവത്തെ അല്ല. പ്രവാചകന്മാർ എപ്പോഴും വിഭാവന ചെയ്യുന്നത് എങ്ങനെയുള്ളൊരു ദൈവത്തെയാണ്? സർവ്വഭൂമിയും വാഴുന്നവനായ, സർവ്വഭൂമിയിലും മഹത്വം നിറഞ്ഞിരിക്കുന്നവനായ ഒരു ദൈവത്തെയാണ്. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സർവ്വജഡവും ഒന്നുപോലെ അവനെ കാണും. തന്നെയല്ല, എല്ലാ ഭൂമിയും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതും. ഞാൻ തിരിയാന്നുള്ള വാക്കുണ്ടല്ലോ, അത് പലർക്കും ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തെ വണങ്ങുവാനായിട്ട്. 22-ാം സങ്കീർത്തനം 27-ാം വാക്യത്തിൽ ഭൂമിയുടെ അറുതികൾ യഹോവയെങ്കിലേക്ക് തിരിയും,
ജാതികളുടെ വംശങ്ങൾ നിന്റെ മുമ്പാകെ നമസ്കരിക്കും. They will turn to you and bow down before you. 66 സങ്കീർത്തനം 4 വാക്യത്തിൽ സർവ്വഭൂമിയിൽ നിന്ന് നമസ്കരിച്ച് പാടും. യെശയ്യാപ്രവചനം അവസാനിക്കുമ്പോൾ 66 23 വാക്യത്തിൽ അമാവാസ്യത്തോടും ശബത്തത്തോടും സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഭാഗങ്ങൾ ജസ്റ്റ് അങ്ങ് വായിച്ചു പോവുകയാണ്. വായിച്ചു പോകുന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം എന്താണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. എന്താണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം? That every flesh, all the flesh shall see it together. The glory of the Lord shall be revealed. ദൈവത്തിന്റെ മഹത്വം പ്രത്യക്ഷമാകും, സർവ്വജഡവും അതിനെ കാണും എന്നുള്ളതാണ്. അതുപോലെ പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യേകത എന്നറിയാമോ? ഈവൻ ഓൾഡ് ടെസ്റ്റമെന്റിൽ, ന്യൂ ടെസ്റ്റമെന്റ്, ഓൾഡ് ടെസ്റ്റമെന്റിലെ ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 16:23 സകല ഭൂവാസികളെ യഹോവയ്ക്ക് പാടുവിൻ, നാൾക്കുനാൾ അവന്റെ രക്ഷയെ പ്രസ്താവിപ്പിൻ. റോമാലേഖനം 14:11 വാക്യത്തിൽ എവരി നീ ഷാൽ ബൗ, എവരി ടങ് കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. സകല നാവും കർത്താവ്, യേശു കർത്താവെന്ന് ഏറ്റു പറയുന്ന അവസ്ഥ. ഇനി റെവലേഷനിൽ നമ്മൾ കാണുന്ന 5-9 വാക്യത്തിൽ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. സർവ്വ ഗോത്രങ്ങൾ, എവറി ട്രൈബ്, എവറി ടങ്, എവറി നേഷൻ. ഇതാണ് ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം. സോ ഇഫ് എനി മാൻ മീൻസ് the salvation of God becomes universal, and even the Holy Spirit, it is not limited to somebody who is living in Jerusalem, but that is to the people all around the world. ലോകത്തിന്റെ സകല ജാതികൾക്കും സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ഇഫ് എനി മാൻ ഈസ് തേഴ്സ്റ്റി, ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, അതുകൊണ്ടാണ് നമുക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ കഴിയുന്നത്, ഇല്ലേ? കർത്താവ് പറയുന്നത് ഇതാ ഇവിടെ യെരൂശലേമിൽ നമസ്കരിക്കാൻ വന്നവരിൽ ആരെങ്കിലും എന്ന് പറയുന്നില്ല. ക്ലോസസ് ഒന്നുമില്ല. എനി മാൻ. ആൻഡ് എനി മാൻ മീൻസ് നോ റെസ്പെക്ട് ഓഫ് പേഴ്സൺ. അതിനകത്ത് ആളുകളെ ഒന്നും തരംതിരിച്ച് കാണുന്നില്ല. ഇഫ് യു ആർ എ ജ്യൂ എന്ന് പറയുന്നില്ല, ആൻഡ് ഇഫ് യു ആർ എ ഗ്രീക്ക് എന്ന് പറയുന്നില്ല, ഇഫ് യു ആർ എ സിറിയൻ ക്രിസ്ത്യൻ എന്ന് പറയുന്നില്ല, ഇഫ് യു ആർ an ഇന്ത്യൻ എന്നും പറയുന്നില്ല. നത്തിങ്. എനി മാൻ. ദാറ്റ് മീൻസ് ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ഏതൊരു മനുഷ്യന് വേണ്ടിയും കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? അവന്റെ ആത്മാവിനെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ആരും, ഏതൊരു മനുഷ്യനും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വരട്ടെ. അടുത്തതായിട്ട് ഇത് കാലങ്ങളെയും കടന്നു പോകുന്നു എന്നുള്ളതാണ്. കാരണം കർത്താവ് സംസാരിക്കുന്ന കാലഘട്ടത്തിലെ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല. 17-ാം അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് ദൈവത്തോട് പറയുന്നതിന്, പിതാവിനോട് പറയുന്നതെന്നറിയാമോ? ഞാനിത് പറയുന്നത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ വിശ്വസിക്കാനിരിക്കുന്നവർക്കും വേണ്ടി കൂടെ ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് വേണ്ടി കൂടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് എനി മാൻ ഈസ് തേഴ്സ്റ്റി, കം ടു മീ ആൻഡ് ഹി ക്യാൻ ഡ്രിങ്ക് ദ ലിവിംഗ് വാട്ടർ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും, എല്ലാ എനി മാൻ ഇൻ എനി ഏജ്, ഏത് കാലഘട്ടത്തിലെയും ജനങ്ങൾക്ക് വേണ്ടി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ പറയുകയാണ്. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി, പീപ്പിൾ അറ്റ് ഓൾ ടൈംസ് ഇൻ ഓൾ പ്ലേസസ്. ഇവിടെ അബുദാബിയിൽ നമ്മൾ കൂടി ഇരിക്കുമ്പോൾ നമുക്കും വേണ്ടി കൂടെ പറയുന്ന കാര്യമാണ് എന്ത്? എനി മാൻ ഈസ് തേഴ്സ്റ്റി എന്ന് പറയുന്നത്. ദ ഹോളി സ്പിരിറ്റ് മേക്സ് അസ് പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഇൻവിസിബിൾ ചർച്ച് ഈവൻ വിത്ത് ദി അപ്പോസ്തോലിക് ചർച്ച്. നമ്മളെയും അപ്പോസ്തോലിക സഭയുടെ ഭാഗമാക്കി തീർക്കുകയാണ്. കാരണം ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ എന്താണ്? നമ്മളെയും അപ്പോസ്തലന്മാരെ ഒരേ ഗണത്തിലാക്കിയിരിക്കുകയാണ്. നമ്മളെയും യേശുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെയും ഒരേ ഗണത്തിലാക്കിയിരിക്കുകയാണ്. അവരുടെ എല്ലാ സ്പെഷ്യാലിറ്റിയും തീരുകയാണ്. യേശുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയൊന്നും അവർക്കിനി അവകാശപ്പെടാനായിട്ടില്ല. ഓൾ ദ ബ്ലെസ്സിങ്സ് ദാറ്റ് ഗോഡ് പ്രോമിസ്ഡ് ടു ഹിസ് ഡിസൈപ്പിൾസ്, ഇറ്റ് ഈസ് ഫോർ അസ് ഓൾസോ. അത് നമുക്കും വേണ്ടിയാണ്. ഇനി ഞാൻ മുന്നോട്ട് പോട്ടെ. ഈ ദ പ്രോമിസ് ഓഫ് ദ ഫാദർ, പഴയ നിയമത്തിൽ പ്രവാചകന്മാർ എപ്പോഴും വരാൻ പോകുന്ന മശിഹയെ കുറിച്ചാണ് പ്രവചിച്ചത്. ഓഫ് കോഴ്സ് ആ മശിഹ ആത്മാവ് നിറഞ്ഞവനായിരിക്കുമെന്നും ആ മശിഹ ആത്മാവിനെ നൽകുമെന്നും എല്ലാം പറയുന്നത്. പക്ഷേ ദി ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫറ്റ്സ് വർ ഓൾവേസ് പ്രൊഫസിയിങ് അബൌട്ട് എ മെസ്സയ ഹു ഈസ് ഗോയിങ് ടു കം. വരാൻ പോകുന്ന ഒരു മശിഹയെ കുറിച്ച് പ്രസംഗിച്ചു. യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ 7-ാം വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. നോക്കെ നിരന്തരമായിട്ട് ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. ആൻഡ് ഈവൻ സെക്കറിയ ചാപ്റ്റർ 3:8, എന്റെ ദാസനായ മുള എന്നവനെ ഞാൻ വരുത്തും. ആൻഡ് ഐസയ ചാപ്റ്റർ 11:1, എന്താണ്? ഇശായിയുടെ കുറ്റിയിൽ നിന്ന് എ ഷൂട്ട് വിൽ കം അപ്പ്, ഒരു മുള പൊട്ടിപ്പുറപ്പെടും. നോക്കുക, വരാൻ പോകുന്ന മശിഹയെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് പ്രവചനങ്ങൾ പഴയ നിയമത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കിടപ്പുണ്ട്.
എന്നാൽ അവിടുത്തെ ആ മശിഹയുടെ ആഗമനത്തെക്കുറിച്ച് യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ അവരതിനെ കണക്കാക്കിയിരുന്നത് വെൻ ഹി കംസ്, അവൻ വരുന്ന സമയത്ത് വി വിൽ ഗെറ്റ് റെസ്റ്റ്, നമുക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ്. നമുക്ക് ആശ്വാസം ലഭിക്കും, നമുക്ക് കംഫർട്ട് ലഭിക്കും. നമ്മൾ ശിമയോനെ കുറിച്ച് എന്താ പറയുന്നത്? ലൂക്കോസ് സുവിശേഷം 2-25 വാക്യത്തിൽ ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്ന, അല്ലേ? ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി, ലൈക്ക് ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി. ദാറ്റ് മീൻസ് ഹി വാസ് എക്സ്പെക്ടിങ് എ കംഫർട്ടർ, ഇല്ലേ? മശിഹയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? അവനൊരു കംഫർട്ടർ ആയിരിക്കുമെന്നാണ്, ഒരു ആശ്വാസപ്രദനായിരിക്കുമെന്നാണ് മശിഹയെ കുറിച്ചുള്ള പ്രതീക്ഷ. ദിസ് മാൻ വാസ് റൈറ്റിയസ് ആൻഡ് ഡിവോട്ട് ആൻഡ് ലുക്കിംഗ് ഫോർ ദ കൺസോലേഷൻ ഓഫ് ഇസ്രായേൽ. ഇനി സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? മശിഹ തന്നെ എന്താണ്? ഒരു ആശ്വാസപ്രദനാണ്, ഒരു ഹീസ് എ കംഫർട്ടർ. മത്തായി സുവിശേഷം 11-28 വാക്യത്തില് കർത്താവ് പറഞ്ഞ് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. സോ ദ മെസ്സേജ് ഈസ് എ കംഫർട്ടർ. എന്നാൽ ഇപ്പോൾ മശിഹ ഭൂമിയിൽ തന്റെ വാസം കഴിഞ്ഞിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14 വരിക. അതിനിടയ്ക്കത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി പറയാം. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, വിൻഡോസ് തുറന്നിരുന്നത് പോലെ നമ്മൾ കീപ് യുവർ ബൈബിൾ ഓപ്പൺ ഇൻ ഡിഫറെന്റ് പാർട്സ്. ഓക്കെ, ഡിഫറെന്റ് വായിക്കും. വിൻഡോസ് ഒന്നും ഷട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. കീപ് ഇറ്റ് ദെയർ. ആൻഡ് ഫൈനലി എനി ടൈം നമ്മൾ പറയുമ്പോൾ ആ ഭാഗത്തേക്ക് വരണം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തില് നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് വാസ്തവത്തില് കർത്താവിന്റെ ഒരു ഫെയർവെൽ സ്പീച്ച് എന്ന് പറയാം. 2 ഫെയർവെൽ സ്പീച്ച് കർത്താവ് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് തന്റെ പാഷന് മുമ്പായിട്ടാണ്. കർത്താവിന്റെ കഷ്ടപ്പാടുകൾക്ക് മുമ്പായിട്ട്, അല്ലെ കഷ്ടാനുഭവത്തിന് മുമ്പായിട്ട് പറയുന്നതാണ്. അതാണ് ഈ ഭാഗം. ഇനി രണ്ടാമത് പറയുന്നത് അവന്റെ അസെൻഷന് മുമ്പായിട്ട് ഒരു ഫെയർവെൽ സ്പീച്ചുകളുണ്ട്. അത് നമ്മൾ ആക്ട് ചാപ്റ്റർ 1 അതുപോലെ തന്നെ 4 സുവിശേഷങ്ങളിലും അവസാന ഭാഗത്തും നമ്മൾ കാണുന്നത് അസെൻഷന്, കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പുള്ള എന്നാണ് ഫെയർവെൽ സ്പീച്ചാണ്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരുടെ കാര്യത്തിൽ അവൻ ആകപ്പാടെ ഒരു ചെറിയ വിഷമമുണ്ട്. ഹി ഈസ് ആക്ച്വലി the disciples are really worried because കർത്താവ് വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാച്ചുറലി ഇവർ 3.5 വർഷം കൂടെ വന്ന ആളുകൾക്ക് എന്താണ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. എല്ലാമായിരുന്നു അവരുടെ ഗുരു ഇപ്പോഴവരെ വിട്ടുപോവുകയാണെന്ന് പരസ്യമായിട്ട് പറയാണ്. ഐ എം ഗോയിങ് എന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ അതായിട്ട് എന്നാ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. എന്നാൽ 14 അധ്യായം തുടങ്ങുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ട്രസ്റ്റ് ഇൻ മീ ആൻഡ് ഓൾസോ ട്രസ്റ്റ് ഇൻ ഗാഡ് ആൻഡ് ഓൾസോ ഇൻ മീ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം അങ്ങ് തകർന്നു പോകരുത്. അതിന്റെ ആവശ്യമില്ല. വായ് 14 വാക്യത്തിൽ പറയാണ്, ഐ വിൽ സെൻഡ് അനദർ കംഫർട്ടർ. ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അല്ലെങ്കിൽ മറ്റൊരു ആശ്വാസപ്രദനെ അയച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, മശിഹയെ കുറിച്ച് അവർക്കറിയാമായിരുന്നു എന്താണ്? ഈസ് എ കംഫർട്ടർ. മശിഹ യേശു ഒന്നാമത്തെ ആശ്വാസപ്രദനാണ്. ഇല്ലേ? യെരുശലേമിൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ആശ്വാസത്തിന് വേണ്ടി വന്ന വ്യക്തിയാണ് മശിഹ. അതുകൊണ്ടാണ് ആ കാലയളവിലെ വിശുദ്ധന്മാരായ ആളുകൾ എല്ലാവരും എന്ത് നോക്കിയിരുന്നു? ആശ്വാസപ്രദനായ മശിഹയെ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഒന്നാമത്തെ ആശ്വാസപ്രദൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ രണ്ടാമത് മറ്റൊരു ആശ്വാസപ്രദനെ അവർക്ക് ആവശ്യമായി വരുന്നല്ല, കർത്താവ് ഓഫർ ചെയ്യുകയാണ്. കർത്താവ് അതിന്റെ 14 അധ്യായത്തിൽ 18 വാക്യത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങൾ ആശ്വാസമില്ലാത്തവരായിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ നോ യു ആർ സം കൈൻഡ് ഓഫ് ഡിസ്കംഫർട്ട് ബിക്കോസ് ഐ എം ലീവിംഗ്, ബട്ട് ഡു നോട്ട് ലൂസ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം തകർന്നു പോകരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. യു വിൽ ഹാവ് അനദർ കംഫർട്ടർ. എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. അനദർ കംഫർട്ടർ. വാട്ട് ഡസ് ഇറ്റ് മീൻ? കർത്താവ് ആദ്യത്തെ ആശ്വാസപ്രദനാണെന്നുള്ളതിന്റെ കൃത്യമായ അടയാളമാണ് അവിടെ കാണുന്നത്. അവൻ ആദ്യത്തെ ആശ്വാസപ്രദനാണ്. യു വിൽ ഹാവ് അനദർ കംഫർട്ടർ, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ അയച്ചു തരും. ഇതാണ് വാസ്തവത്തില് കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ പ്രോമിസ്. കാര്യം കർത്താവ് പോകുന്ന സമയത്ത് കർത്താവ് പറയാണ്, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. ഇല്ലേ? ഓൾമോസ്റ്റ് 8,000 പ്രോമിസസ് ബൈബിളിലുണ്ട്. ഏകദേശം 8,000 പ്രോമിസസ് ബൈബിളിലുണ്ട്. പക്ഷെ ഇത്രയും